മറ്റു വാർത്തകളിലേക്ക് കടക്കുന്നു. മോദി സമുദായത്തെ അപമാനിച്ചെന്ന കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വിധിക്കെതിരെ രാഹുൽ ഗാന്ധി ഇന്ന് അപ്പീൽ നൽകും. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധിക്കെതിരെ സൂറത്ത് സെഷൻസ് കോടതിയിലാണ് അപ്പീൽ നൽകുക. അപ്പീൽ നൽകുന്നതിനായി രാഹുൽ ഗാന്ധി സെഷൻസ് കോടതിയിൽ നേരിട്ട് ഹാജരാകും. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഇരുസഭകളും 2 മണിവരെ പിരിഞ്ഞു. എബിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. എബി, പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു ഈ സംഭവത്തിൽ. ഇന്ന് രാഹുൽ ഗാന്ധി നേരിട്ടെത്തി അപ്പീൽ നൽകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഫിജി, തുടർച്ചയായിട്ടുള്ള 14-ാം ദിവസവും പാർലമെന്റ് സ്തംഭിച്ചിരിക്കുകയാണ്. രാവിലെ സഭ ചേർന്ന 1 മിനിറ്റ് താഴെ മാത്രമാണ് സഭ ചേരാനായത്. ലോക്സഭ ആദ്യം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സ്തംഭിക്കുന്ന അവസ്ഥയായിരുന്നു. 2 മണിവരെ ഇരുസഭകളും നിർത്തിവെച്ചിരിക്കുകയാണ്. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിന് തനി ആവർത്തനം തന്നെയാണ് ഇന്നും പാർലമെന്റ് ഉണ്ടായിരുന്നത്. ഇന്ന് ലോക്സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ കറുത്ത വസ്ത്രം ധരിച്ചാണ് എത്തിയത്. സഭാനാഥൻ എത്തിയതിനു ശേഷം തന്നെ അപ്പോൾ തന്നെ സഭ പിരിയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. 2 മണിവരെ സഭ നിർത്തിവെച്ചിരിക്കുന്നു. അതിന് സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ തന്നെയാണ് രാജ്യസഭയിലും ഉണ്ടായത്. അല്പസമയത്തിനകം തന്നെ രാജ്യസഭയും പിരിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ തുടർച്ചയായിട്ടുള്ള 14-ാമത്തെ ദിവസമാണ് ഇപ്പോൾ പാർലമെന്റ് സ്തംഭിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി സഭ വീണ്ടും ചേരും. എപ്പോഴും പ്രതിപക്ഷത്തിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെ സഭ വേദിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പാർലമെന്റിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയം, ഒപ്പം തന്നെ അദാനി വിഷയത്തിൽ JPC അന്വേഷണം വേണം. ആ 2 ആവശ്യങ്ങളാണ് പ്രധാനമായും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഫിജി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ മേൽക്കോടതിയെ സമീപിക്കുന്ന നടപടിയിലേക്ക് ഇന്ന് കടക്കുകയാണെന്ന് വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് അദ്ദേഹം സൂറത്തിലെ കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുക. കോൺഗ്രസിലെ തന്നെ മുതിർന്ന അഭിഭാഷകരായിട്ടുള്ള മുതിർന്ന നേതാക്കൾ തയ്യാറാക്കി കൊടുത്തിരിക്കുന്ന അപ്പീലാണ് ഇന്ന് സമർപ്പിക്കുക. ഇത് വളരെ രാഷ്ട്രീയപരമായി തന്നെ കോൺഗ്രസ് നോക്കിക്കാണുന്ന ഒരു വിഷയം കൂടി ആയതുകൊണ്ട് തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്ന ഒരു നില കൂടി ഉണ്ടാവും. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, ഒപ്പം അഭിഷേക് മനു സിംഗ്വി തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ കൂടെ കോടതിയിൽ എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ തന്നെ ഇവർ രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ടിരുന്നു. കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഉൾപ്പെടെ അദ്ദേഹത്തെ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സോണിയാഗാന്ധി ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നു, തുടങ്ങി ബാക്കി മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ രാവിലെ അവർ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. 3 മണിയോടുകൂടി കോടതിയിൽ എത്തും. ഇന്ന് തന്നെ ഈ ഒരു വിഷയത്തിൽ കോടതി ഒരു തീർപ്പ് കൽപ്പിക്കുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ കോടതി അത് പരിഗണിക്കുമെന്ന് തന്നെയാണ്, അപ്പീൽ പരിഗണിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഒരു അനുകൂലമായിട്ടുള്ളൊരു വിധി, അതായത് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തരത്തിലേക്കുള്ളൊരു വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നാൽ അത് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസവും ഒപ്പം തന്നെ വലിയൊരു ആശ്വാസവുമാകും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുക. എന്തായാലും കോൺഗ്രസ് ആ രീതിയിൽ തന്നെ ഒരു പ്രതീക്ഷയാണ് വെക്കുന്നതും. ഫിജി, മറ്റൊരു കാര്യം, സൂറത്ത് കോടതിയെ തന്നെയാണ് സമീപിക്കുന്നത്. നമുക്കറിയാം, ഗുജറാത്തിൽ നിന്ന് സൂറത്ത് കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ, ആത്മവിശ്വാസം കോൺഗ്രസിന് ഇക്കാര്യത്തിൽ എങ്ങനെയുണ്ടാകും? ഇത്തവണ ജില്ലാ കോടതിയിലാണ് സമീപിച്ചിരിക്കുന്നത്. അവിടുന്ന് അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. നേരത്തെ ഏറ്റവും താഴെത്തട്ടിലുള്ള കോടതി തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ജില്ലാ കോടതിയിലാണ് രാഹുൽ ഗാന്ധി തൻ്റെ അപ്പീൽ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. നമുക്കറിയാം, വലിയ രീതിയിൽ കോൺഗ്രസിനെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ, എന്തുകൊണ്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഈ ഒരു വിഷയത്തിൽ അപ്പീൽ നൽകാൻ കാലതാമസം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ BJP കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ഘട്ടത്തിൽ ശക്തമായ രീതിയിൽ പഴുതടച്ചിട്ടുള്ള ഒരു അപ്പീൽ തന്നെ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു 2 ആഴ്ചത്തെ കാലതാമസം ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ, അതായത് രാഹുൽ ഗാന്ധി ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് ആ കോടതി നടപടികളിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ ഒരു വിശകലനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ വീണ്ടും കോടതിയെ സമീപിക്കുന്ന സമയത്ത് ആ രീതിയിലുള്ള ഒരു തരത്തിലുള്ള പഴുതുകളും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നത്. എന്തായാലും ജില്ലാ കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഉള്ളത്. 3 മണിയോടുകൂടി രാഹുൽ ഗാന്ധി കോടതിയിലെത്തും.